നമസ്കാരം, ന്യൂസ് 3യിലേക്ക് സ്വാഗതം. ഞാൻ നാദ്ര മെഹ്റെ. അതെ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ സെൻസേഷണൽ വാർത്തയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനടക്കമുള്ള മത്സരാർത്ഥികളൊക്കെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്തും പുറത്തും ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ്. അതോടൊപ്പം തന്നെ അകത്ത് നിൽക്കുന്ന സമയത്തും നമ്മുടെ സ്വന്തം ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള വിവാദങ്ങളും പരാമർശങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഒഴിവാക്കാനും ശ്രമിക്കാറുണ്ട്. പക്ഷേ അത്തരം ഇടവേളകളൊക്കെ തന്നെ ഉണ്ടായിട്ട് പോലും, അത്തരം ഇടപെടൽ ഉണ്ടായിട്ട് പോലും പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നിരന്തരം സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടും ഇന്നും സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന, എങ്കിൽ നമ്മുടെയൊക്കെ തന്നെ മനസ്സിൽ 50 ദിവസത്തിൽ അപ്പുറത്തേക്ക് നിന്ന ഒരു വ്യക്തി ഇന്ന് ന്യൂസ് 18 പ്രേക്ഷകരോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7-ൽ ഉണ്ടായിരുന്ന ഒനിൽ സാബു. സ്വാഗതം ഒനിൽ. താങ്ക് യു നാദി, താങ്ക് യു, സ്വാഗതം. ഓക്കെ, നമ്മൾ വളരെ അടുത്ത് അറിയുന്ന മനുഷ്യരല്ലെങ്കിൽ പോലും പക്ഷേ കുറേ അധികം പരിചയമുള്ള രണ്ട് വ്യക്തികളാണ്. എങ്കിൽ നമ്മൾ രണ്ടുപേരും മലയാള ബിഗ് ബോസ് സീസണിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഒരു 50 ദിവസത്തിന് ശേഷം ഇപ്പുറത്തേക്ക് നിൽക്കുന്ന മത്സരാർത്ഥിയെ സംബന്ധിച്ച് നമുക്കൊക്കെ തന്നെ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം? ഭയങ്കര ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. നമ്മളിപ്പോ ഈ ഗെയിം ഇപ്പൊ നാദരൊക്കെ ലൈക്ക് കളിച്ച സീസൺ, അതായത് സീസൺ 5 കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ തന്നെ കൂട്ടാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ബിഗ് ബോസ് കയറാൻ വേണ്ടി. അതേപോലെ തന്നെ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ. അപ്പൊ അത് ഒരു ഷോർട്ട് ടേം ഗോൾസ് ആയിട്ടാണ് ഞാൻ നോക്കുക. അപ്പൊ എനിക്കിപ്പോ 63 ഡേയ്സ് അവിടെ നിൽക്കാൻ പറ്റി, 63 ദിവസം. അപ്പോ ആദ്യം ഒരു 21 ഡേയ്സ് കടന്നു കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. പിന്നെ 50, പിന്നെ അത് ശേഷം ഒരു ചെറിയ ടാർഗറ്റ് 70. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ടാർഗറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങിയത്. 63 ഡേയ്സ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റി. അതും ടഫ് സീസൺ ആയിരുന്നു. 7ന്റെ പണി. ഇതില് ഈ പറഞ്ഞ പോലെ ഒരു മാസത്തോളം, ഈ വൈൽഡ് കാർഡ് ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു മാസത്തോളം നമുക്ക് ഭക്ഷണം ഇല്ല, വസ്ത്രം ഇല്ല, നമ്മളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഇങ്ങനെ സീസോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നല്ലൊരു മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ മുന്നോട്ട് പോകാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ ആ സീസണിൽ, ഇത്രയും ടഫ് ആയിട്ടുള്ള സീസണിൽ ഒരു 9 ആഴ്ച നിൽക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രേക്ഷകരോട് നന്ദിയുണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഓരോ സ്റ്റെപ്പിലും. പിന്നെ കുറെ ആയിട്ടുള്ള നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ നമ്മൾ കയറുമ്പോൾ ഓരോ സ്വപ്നങ്ങളുണ്ട്. എനിക്ക് ആ വീടിന്റെ ക്യാപ്റ്റൻ ആകണം, അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ഇങ്ങനെ കളിക്കണം എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റി. വീട്ടുകാരെയും കൊണ്ടുവരാൻ പറ്റി, ഫാമിലി വീക്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതൊക്കെ ആയിട്ട് സന്തോഷത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. ഉറപ്പായിട്ടും ഒനിൽ സംസാരിക്കുന്ന സമയത്ത് കുറേ അധികം ട്രോഫികൾ നേടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു 62 ദിവസങ്ങൾ എന്ന് പറയുന്ന വലിയൊരു പീരീഡാണ്. ഉറപ്പായിട്ടും നമ്മളൊക്കെ നിരന്തരം കേൾക്കുന്നൊരു കാര്യമാണ്, എവിക്ഷൻ ഫെയർ ആയിരുന്നു, അത് അൺഫെയർ ആയിരുന്നു. എന്ത് തോന്നുന്നു? എനിക്ക് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. എവിക്ഷൻ ഫെയർ ആയിരുന്നോ അൺഫെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസൈഡ് ചെയ്യുന്നത് ജനങ്ങളാണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഞാൻ അകത്തുനിന്ന് മാത്രം ഈ കളി കളിച്ചിട്ടുള്ളൂ. പുറത്ത് വരുമ്പോൾ ഇവിടെ വേറെ PR രീതിയിലുള്ള ആക്രമണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് TV-യിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ എല്ലാ കളിയും വിസിബിൾ ആവണമെന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ 63 ഡേയ്സ് അവിടെ നിന്നത് ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും ജിയോ ഹോട്ട്സ്റ്റാറിനും എന്റെ ബോൾ ഷൈനും ഒക്കെ നമ്മളെ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ അറിയാം, നമ്മൾ കളിച്ച കളിയും നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംരംഭത്തോട്, ബിഗ് ബോസ് എന്ന സംരംഭത്തോട് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റി, സർവൈവ് ചെയ്യാൻ പറ്റി 7ന്റെ പണിയിൽ എന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എവിക്ഷൻ അൺഫെയർ ആണെന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കളി അവർ അംഗീകരിച്ചിട്ടാണ് അത്ര നന്നായിട്ട് ആൾക്കാർക്ക് പ്രഷറിൽ നമുക്ക് ഇടം നേടാൻ പറ്റിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അംഗീകാരം സ്വീകരിക്കുന്നു. പക്ഷെ അൺഫെയർ ആണോ ഫെയർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണ്. ഇതിൽ ഫെയറും അൺഫെയറും ഡേർട്ടിയും ചീപ്പും അങ്ങനെയൊന്നും ഇല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നമ്മൾ അവിടെ നിൽക്കണോ വേണ്ടതെന്നുള്ളത്. ഉറപ്പായിട്ടും ഇത് വലിയൊരു ടീമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനൊരു വലിയൊരു ഒരു പോളിറ്റിങ് എല്ലാം കൃത്യമായിട്ട് തന്നെ കാണിക്കാറുണ്ട്. ഇതിന് കൃത്യമായ കണക്കുകളുണ്ട്. പലരുടെയും ചോദ്യമാണ് ഇതിൻ്റെ എവിക്ഷൻ വോട്ടിംഗ് ഒക്കെ കൃത്യമാണോ എന്നുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ എൻ്റെ മോളും ബിഗ് ബോസ് ഒക്കെ തന്നെ അത് ഇടപെടാറുണ്ട്, അത് ശ്രദ്ധിക്കാറുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ജനങ്ങളുടെ തീരുമാനത്തിനെ ഒന്നിൽ അംഗീകരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒന്നിൽ നമുക്കറിയാം, ബിഗ് ബോസ് എന്നുള്ളത് വ്യത്യസ്തമായ മനുഷ്യരുടെ ഒരു പ്രതിപാദനം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ബിഗ് ബോസിൽ പലപ്പോഴും കാണുന്നത്. പലപ്പോഴും പലരും അംഗീകരിക്കാൻ ബിഗ് ബോസിലുള്ള മനുഷ്യർക്കും സാധിക്കുന്നില്ല, പുറത്തുള്ള ആളുകൾക്കും സാധിക്കുന്നില്ല. ഒനിൽ എങ്ങനെയാണ് ഇത്തരം വ്യക്തികളുടെ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യരായിട്ട് കാണുക എല്ലാവരെയും.
അതൊരു ബേസിക് ക്വാളിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ അതിനകത്ത് ഞാൻ തന്നെ വേറെ കാറ്റഗറീസിൽ ഒന്നും ഒരു താല്പര്യമില്ലാത്ത ആളാണ്. ഇപ്പൊ എന്നെ അവിടെ പോകുമ്പോൾ ആൾക്കാർ ഷെഫ് എന്ന് വിളിക്കും. ഞാൻ കിച്ചണിൽ നല്ല അടിപൊളി ആയതുകൊണ്ട് ഞാൻ ഷെഫാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ റെസ്റ്റോറന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രൊഫഷണലി ഞാൻ ഒരു വക്കീലാണ്. അപ്പൊ ADV എന്ന് ഞാൻ ഒരിക്കലും പേരിൽ ഇടാറില്ല. അഡ്വക്കേറ്റ് ഒനീൽ സാബു എന്നോ അങ്ങനെയൊന്നും. പക്ഷേ 10 ഇയേഴ്സോളം വക്കീലായിരുന്നു. അത് പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഓരോ രീതിയിലുള്ള ഇടപെടൽ കാണുമ്പോൾ അവിടുത്തെ എല്ലാവർക്കും അത് മനസ്സിലായി. അതിനനുസരിച്ച് അവര് ചേട്ടാ ഇത് എങ്ങനെയാണ് അതെങ്ങനെയാണെന്നൊക്കെ ഉള്ള ചോദിക്കാറുണ്ട്. നമ്മള് ഒരു കാഷ്വലി എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു റെസ്പെക്ട് ആൾക്കാർ തരാറുണ്ട്. നമ്മളെ പ്രൊഫഷണലി ആയാലും പിന്നെ നമ്മൾ ചെയ്യുന്ന പാഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ട് ഞാൻ കൾണറി ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞ ഒരു ഫീൽഡിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വർഷമായി. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആക്ച്വലി കുക്കിംഗ് എന്നുള്ള ഒരു സബ് പ്രൊഫഷനിലേക്ക് തിരിച്ചു കയറിയത്. പക്ഷെ അതിലും എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നന്നായി ചെയ്യുന്നതുകൊണ്ട് ഈ ഗെയിം കളിക്കുമ്പോൾ അത് തന്നെയായിരുന്നു, നന്നായി കളിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും അതിനായിട്ട് നമ്മളായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ബിഗ് ബോസിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇവിടെ സ്ട്രെയിറ്റ് മെയിൽസ് ഉണ്ട്, സ്ട്രെയിറ്റ് ഫീമെയിൽസ് ഉണ്ട്, ഒരു ലെസ്ബിയൻ കപ്പിൾ ഉണ്ട്, പിന്നെ ഒരു സെക്ഷുവാലിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ഒരാളുണ്ട്, പിന്നെ ഒരുപാട് വർഷമായിട്ട് ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ പ്രഷറിൽ കല്യാണം കഴിക്കാതെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സിംഗിൾ മദർ ഉണ്ട്, അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഹെറ്ററോസെക്ഷൽ കപ്പിൾസിന്റെ ഒരു ഹാഫ് എങ്കിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് തരം. പിന്നെ ഡിസബിലിറ്റി ഉള്ള ഒരാളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അത് അയാളെ തീരെ എഫക്ട് ചെയ്യുന്നില്ല, എന്റെ ഒരു സുഹൃത്ത് അഭിലാഷ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വേറിട്ട സ്വഭാവങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്ത ലൈക് കാറ്റഗറീസിൽ പെടുന്ന ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ്. അപ്പൊ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആയി മാറണം എന്നേ നമ്മൾ ഈ ബിഗ് ബോസ് എന്നുള്ള ഒരു പരിപാടിയിലൂടെ തീരുമാനിക്കുന്നുള്ളൂ. അതായത് സൊസൈറ്റിയിൽ എന്താണ് എങ്ങനെയാണ് ആ കാഴ്ചപ്പാട് തന്നെ ഇവിടെ ചിലപ്പോൾ ഗെയിമിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപക്ഷെ ഗെയിമിന്റെ റൂൾസ് പ്രകാരം നമ്മൾ പറയേണ്ട രീതികൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ, ഉച്ചരിക്കുന്ന ശബ്ദങ്ങളെല്ലാം നമ്മൾ മോണിറ്റേർഡ് ആണ് ഇത്രയും ക്യാമറാസിനിടയിൽ. അപ്പൊ നമുക്ക് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ചുമ്മാ ഒരു റിമാർക്ക് ആൾക്കാർ വീട്ടിൽ പൈപ്പിൻ ചോട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ റോട്ടിൽ പൈപ്പിൻ ചോട്ടിലൊക്കെ ഇരുന്ന് പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ഈ ഗെയിമിന്റെ ഒരു പ്രസക്തി. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഇപ്പൊ ലാലേട്ടൻ എന്നോട് ഇറങ്ങിയപ്പോ ചോദിച്ചു ഇവിടെ നിന്ന് എന്ത് മാറ്റമാണ് മുന്നിൽ വന്നത്. 63 ദിവസം അവിടെ നിന്നിട്ട് തെറി വിളിക്കാൻ പറ്റില്ല എന്നെ ഏറ്റവും വലിയൊരു മാറ്റമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഭാഷയിലൊരു കാഠിന്യം അല്ലെങ്കിൽ മൂർച്ച വരും. നമ്മൾ അത്രയും വലിയ സിറ്റുവേഷനിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ. പക്ഷെ അത് മെച്യൂർ ആയിട്ട് ഡീൽ ചെയ്യാന്നുള്ളതാണ് ആ ഗെയിമിന്റെ ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലും നമ്മുടെ എബിലിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രേക്ഷകർ കാണുന്നതും. അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻസ് ആയിട്ട് ആൾക്കാരെ കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അതിപ്പോ ഞാൻ അകത്തും പുറത്തും ഞാൻ അങ്ങനെ തന്നെയാണ്. ഒനീൽ സാബു എന്താണെന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പൊ അനീഷ് കോമണർ എന്ന് പറഞ്ഞ പോലെ ഒനീൽ സാബു ഒരു കോമണർ ആണ്. അവിടെ ചെന്നിട്ടാണ് ആൾക്കാർ കാണുന്നത് ഇയാൾ ആരാണെന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് എത്രത്തോളം ആൾക്കാരെ ഹ്യൂമൻ ആയിട്ട് കാണാന്നുള്ളതാണ് നമ്മുടെ എബിലിറ്റി, നമ്മുടെ സ്ട്രെങ്ത് ഈ ഷോയിൽ അസസ് ചെയ്യാൻ പറ്റുക നാട്ടുകാരും കാണുന്നത്. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ഒനിയൻ്റെ ഈ വാക്കുകൾ പോലെ തന്നെയായിരുന്നു അകത്തിരുന്ന ഇടപെടലും. എനിക്ക് തോന്നുന്നു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലെ നൂറയോടുള്ള ഇടപെടലും നെവിനോടുള്ള ഇടപെടലും അഭിലാഷിനോടുള്ള ഇടപെടലൊക്കെ തന്നെ കൃത്യമായി തന്നെ പ്രേക്ഷകർ കണ്ടതുമാണ്. പക്ഷേ ഒരു റൂട്ടിൽ കൂടെ കടന്നു പോയിരുന്ന ബിഗ് ബോസിൻ്റെ ഇടയിലേക്ക് ഒരു കൂട്ടം മനുഷ്യർ കടന്നു വരികയാണ് വൈൽഡ് കാർഡായിട്ട്. പക്ഷേ ആ വൈൽഡ് കാർഡിലുള്ള മനുഷ്യരൊക്കെ തന്നെ പുറത്ത് കൃത്യമായി തന്നെ കളി മനസ്സിലാക്കിയിട്ടാണ് അകത്തേക്ക് കടന്നു വരുന്നതും. അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ ഒരു കൂട്ടം മനുഷ്യരെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഇടപെടലായിരുന്നു. അത് അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ട സമയത്ത് ഒനിലിന് എന്താണ് തോന്നിയത്? പുറത്തേക്ക് ഉള്ള മനുഷ്യരും ഇതുപോലെ പ്രതികരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണോ ഈ അകത്തേക്ക് വന്ന വൈൽഡ് കാർഡുകളും ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്? ഞാനൊരു കാര്യം പറയട്ടെ. വൈൽഡ് കാർഡ് കളി കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരിപ്പോ ഇഫ് ദേ ഹാവ് ഹിസ്റ്ററി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒനീൽ സാബ് എന്നുള്ള ഒരാളുടെ ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാല് പുള്ളി ഗെയിമിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അല്ലെങ്കിലും കമ്മ്യൂണിറ്റി ഇവന്റ്സിൽ നടത്തുന്ന ആളാണ്. ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാര്, ജെൻസി, ജെൻ ആൽഫ, മിലേനിയൽസ് എല്ലാവരും പങ്കെടുക്കുന്നതാണ് എന്റെ കമ്മ്യൂണിറ്റി ഇവന്റ്സിന്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത് എന്റെ നാടായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളാണ് ഞാൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ ഈ ബിഗ് ബോസിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. അവരുടെ ഒരു പ്രൊഫഷണലിയോ അല്ലെങ്കിൽ അവർ പാഷനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അത് ബേസാണ് വരിക. പക്ഷേ ഈ കളി കണ്ടു വന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ നേരത്തെ ഉള്ള എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഏതൊക്കെയാണ് കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഒരാൾക്ക് എതിരെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ള രീതിയൊന്നും ചെയ്തിട്ടില്ല. പ്ലാനിങ് ഉണ്ടാവില്ല നമുക്ക് അവിടെ. ഒട്ടും പ്ലാനിങ് ഉണ്ടാവില്ല. വൈൽഡ് കാർഡിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്.
ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ ഈ ഷോ കണ്ട് ഒരു മാസത്തോളം ഷോ കണ്ടിട്ട് വരുന്നതാണ്. അപ്പൊ എവിടെ അറ്റാക്ക് ചെയ്യാം, അതെ. എന്താണ് ഈ ഷോയില് ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് സ്പെസിഫിക്കലി നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ നമ്മൾ ശരിക്കും ആക്ച്വലി റിയൽ ലൈഫിൽ ഇതൊരു റിയാലിറ്റി ടി വി ആണെന്നുള്ള ചിലവർ മറന്നു പോകുന്നു. അതെ. നമ്മൾ റിയലായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ എബിലിറ്റി. നമ്മൾ എത്രത്തോളം ഫേക്ക് ആവുന്ന ഒരുപക്ഷെ നമ്മൾ പുട്ടപ്പ് ചെയ്യുന്ന ഒരു ആക്ട്, ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരുപക്ഷെ ആ മസാലയൊക്കെ ചിലപ്പോൾ താല്പര്യപ്പെടുന്ന ഓഡിയൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും റിയൽ ആയിട്ട് നിൽക്കുന്ന ആളെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുമ്പോഴും ഇയാൾ റിയൽ ആണ്, അല്ലെങ്കിൽ അകത്തേക്ക് കയറുമ്പോഴും ഇയാൾ റിയൽ ആയിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പൊ അവരെ ആക്സെപ്റ്റൻസിന് ഒരു പ്രശ്നം വരുന്നില്ല. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ഇത്രയും ദിവസം നിൽക്കുമ്പോഴത്തേക്കും കൂടുതൽ പേര് നമ്മൾ അറിയും. ഒരുപാട് മലയാളികൾക്ക് നമ്മളുടെ പേര് സുപരിചിതമാവും. ഈ പറഞ്ഞ പോലെ ഞാൻ ഒനിയിൽ എന്നുള്ള ഒരു വ്യക്തിനെ ഇപ്പൊ കുറെ മലയാളികൾക്ക് അറിയാം. ഒരുപക്ഷെ അയാൾ എന്തിനു കൂട്ടു നിന്നു, അല്ലെങ്കിൽ എന്തിനു സംസാരിച്ചു, എന്തിനു പ്രതിഷേധിച്ചു എന്നുള്ളതും അവർക്ക് അറിയാം ആ ഷോയിലൂടെ. അത് തന്നെയായിരിക്കും പുള്ളി ലൈഫിലും ചെയ്യുക. അപ്പൊ ലൈഫിലും ഞാൻ എന്റെ രീതിയിലുള്ള ആക്ടിവിസം ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പൊ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു വേദി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഈ വേദി അത്രത്തോളം യൂസ്ഫുൾ ആക്കണമെന്നുള്ളത് ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഉള്ളിൽ കയറിയത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അവിടെ മാറ്റാൻ പറ്റില്ല. പക്ഷെ വൈൽഡ് കാർഡ്സ് വന്നിട്ട് എനിക്ക് തോന്നിയത് ഗെയിം സ്പെസിഫിക് ആയിട്ട് സൊസൈറ്റിയിൽ ഒരിക്കലും തീരെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. ആ കണ്ടസ്റ്റൻസിന് ഒരുപാട് പുറത്ത് കിട്ടുന്ന സപ്പോർട്ട് ഒരു എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഈ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഓൺലൈൻ ഫേക്ക് ഐഡീസ് ഒക്കെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ്. അല്ലാതെ റിയൽ ലൈഫിൽ ഒരു മനുഷ്യനും ഒരിക്കലും അങ്ങനെ അത്രയും ഡിസോറിയന്റഡ് ആയിട്ട് പെരുമാറില്ല എന്നാണ് എന്റെ അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർ. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ തന്നെ കൂട്ടിച്ചേർക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യരും അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നത്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു കുറവുണ്ടായിട്ടുള്ള മനുഷ്യർ ഈ പറഞ്ഞ കണക്ക് വൈൽഡ് കാർഡിൽ ഒപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി പോലുള്ള അല്ലെങ്കിൽ മസ്താനി പോലുള്ള ആളുകളൊക്കെ തന്നെ അതിൻ്റെ അകത്ത് മൈനോറിറ്റി ആയിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ സ്ട്രഗിൾസിനെ കളിയാക്കുകയും അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് ഞങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും ഇല്ല എന്നുള്ളതാണ്. കാരണം അവരവിടെ നിന്ന് പറയുമ്പോൾ ഒക്കെ തന്നെ വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടം മനുഷ്യർ നമുക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആദിലയും നൂറയും ഒരു ലെസ്ബിയൻ കപ്പിൾസാണ്, അവരെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് സമ്മതിക്കാം. പക്ഷേ അത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് പറയുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ അത് പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചെറിയ കൂട്ടം മനുഷ്യർ സ്വാധീനിക്കുന്നുണ്ട്, വലിയൊരു കൂട്ടം അത് സ്വാധീനിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒനിൽ എന്താണ് തോന്നുന്നത്? ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും അംഗീകരിക്കുക എന്ന് പറയില്ലേ. ഞാൻ LLM വരെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ നമ്മള് എഡ്യൂക്കേഷണലി നോക്കുന്നതല്ല, ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റി എന്നുള്ള ഒരു വാക്ക് അവിടെ ജിസയിൽ ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ചെയ്യുമായിരുന്നു ആ സ്ട്രാറ്റജീനെ, ഫേക്ക് ഹ്യൂമാനിറ്റി ആണെന്ന് പറഞ്ഞിട്ട്. ഒബ്വിയസ്ലി അതൊക്കെ ആ ഗെയിമിന്റെ ഇതാണ്. ശരിക്കുള്ള ഹ്യൂമാനിറ്റി ഒക്കെ ഉള്ള ആള് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ജിസയിലൊക്കെ. അല്ലെങ്കിൽ ഇത്തിരി കൂടി പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നതാണ്. ഞാനും ജിസയിലും തമ്മിൽ അതുപോലത്തെ ഒരു റാപ്പോ വരുന്നത്. ആദില, നൂറ ഞാൻ സിസ്റ്റേഴ്സ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. കൂടുതലും ഷാനവാസിന്റെ പെൺകുട്ടികൾ എന്നാണ് അവരെ വിളിക്കുക. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനും ഷാനവാസും തമ്മിൽ ആകെ 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. ഷാനവാസ് ഇക്കാന്ന് ഞാൻ പുള്ളിനെ വിളിക്കാറുള്ളൂ. അത് റെസ്പെക്ടിന്റെ ഭാഗമാണ്. ശരിക്കും ഷാനവാസിന് വിളിച്ചാൽ മതി, പക്ഷെ ഷാനവാസ് ഇക്കാന്നാണ് ഞാൻ വിളിക്കുക. അങ്ങേർക്ക് അങ്ങനെ ഒരു പെർസോണയാണ്, അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് ഉള്ളത്, ഒരു കെയർ ടേക്കർ എന്നുള്ള രീതിയിൽ. അപ്പൊ പുള്ളി ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഈ കുട്ടികളുടെ കെയർ ടേക്കർ എന്നുള്ളത് ഞാൻ അവരെ ഭയങ്കര ഫണ്ണായിട്ട് കാണുന്ന ഒരു ചേട്ടനാണ്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരു കുറച്ച് ടഫ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചേട്ടാ എന്നും പറഞ്ഞിട്ട് സംസാരിക്കാനുള്ള ഒരാളുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഞാൻ ആദില, നൂറേനെ എപ്പോഴും സിസ്റ്റേഴ്സ് ആയിട്ട് കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര അധികം വിഷമമായിപ്പോയി. അവര് ഈ പറഞ്ഞ പോലെ ഫാമിലി വീക്കിന് ഈ പറഞ്ഞ പോലെ അവർ ഒരുപാട് പ്രതീക്ഷിച്ചു ആരൊക്കെ കാണാൻ വേണ്ടി അവരുടെ ഫാമിലീസിനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അവർക്കത് സാധിക്കാൻ പറ്റിയില്ല. അതിനുള്ള സങ്കടം അവിടെ ഓരോരുത്തർക്ക് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് കുറച്ചുപേര് അതിനു വേണ്ടി ടോണ്ട് ചെയ്തിട്ടുണ്ടാവും അവര്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിനക്ക് എപ്പോഴും ഒരു ചേട്ടനുണ്ട് ലൈഫ് ലോങ്. ഞാൻ ഇറങ്ങുമ്പോ പറഞ്ഞൊരു കാര്യമാണ്, അതായത് എന്റെ എവിക്ഷൻ വീഡിയോയിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് അക്ബറായിട്ട് തല്ലുപിടിച്ചപ്പോ ഞാൻ അക്ബറിനോടും ആര്യനോടും പറഞ്ഞായിരുന്നു, എടാ ഞാൻ നിങ്ങളോടുള്ള എടാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു, എടാ ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ ഇട്ടിട്ടും പോവാണെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് ആകെ
ലക്ഷ്മിയായിട്ട് മാത്രമുള്ള ഒരു ഇഷ്യൂ. കാരണം അതൊരു കാര്യം, സി ഇറ്റ് ഇസ് ബിയോണ്ട് ദ ഗെയിം. ഈ ഗെയിമിന് ബിയോണ്ട് ആയിട്ട് റിപ്പർക്കഷൻസ് ഉള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയാലും ലക്ഷ്മി കാണിക്കുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഗെയിമിന്റെ ഭാഗമെന്ന് കാണിച്ചെന്ന് പറഞ്ഞാലും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നലെ ഞാൻ എന്തോ ഒരു റീൽ ഇറങ്ങിയായിരുന്നു. പുള്ളിക്കാരത്തി ഏതൊരു ഈ മാധ്യമങ്ങൾക്ക് സംസാരിക്കുന്നത്, ഞാൻ പുറത്ത് വേറെ ആളാണ്, അവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, ഈ ഫോൾസ് അക്യൂസേഷൻ എനിക്കെതിരെ ഉണ്ടാക്കിയത് ഗെയിമിലായതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അതായത് ഷീ പുട്ട് അപ്പ് എ ഷോ, അതായത് വെറുതെ ഒരു കാണിക്കാൻ വേണ്ടി ലാലേട്ടന്റെ മുമ്പിൽ സോറി പറയും, പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഷോയിനോട് സോറി പറയുകയും ചെയ്തെന്നാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. കാരണം വെച്ചാല് ശരിക്കുള്ള സോറി പറയുന്നില്ല. പുറത്താണെങ്കിൽ ഞാൻ സോറി ഒന്നും പറയില്ല. അപ്പൊ പുറത്താണെങ്കിൽ പുള്ളിക്കാരത്തി ഈ ഫോൾസ് അക്യൂസേഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു അവിടെ. അതായത് തെറ്റിന് സോറി, ലൈക്ക് ഒരാളെ കുത്തിക്കൊന്നിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ നമ്മള് സോറിയിൽ ഒതുങ്ങുന്നതല്ല ചില കാര്യങ്ങൾ. സോ ഞാൻ പറഞ്ഞ പോലെ ഐ ഡോണ്ട് വോണ്ട് യുവർ അപ്പോളജി, ഐ ഡോണ്ട് വോണ്ട് ടു അക്സെപ്റ്റ് യുവർ അപ്പോളജി. ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു, പറയേണ്ടത് എന്നോടല്ല, ഓൾ മെൻ ഹു ആർ ബോൺ അലൈവ്, ഡെഡ് ഓർ ടു ബി ബോൺ അഗൈൻ. ഈ പറഞ്ഞ പോലെ അത് ഒരു മിസാൻഡ്രിസ്റ്റ് ഐഡിയോളജി, മിസാൻഡ്രി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ അവിടെ ആ സമയത്ത് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരത്തി ഒരു മിസാൻഡ്രിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തി ടാർഗറ്റ് ചെയ്യുന്നത് മെയിൽസിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരത്തി തുടങ്ങിയ ടാർഗറ്റ് ആണ് ഈ പറഞ്ഞ പോലെ LGBTQ കമ്മ്യൂണിറ്റീനെ ടാർഗറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരത്തി ഭയങ്കര ഹോമോഫോബിക് ആണ്, ഈ പറഞ്ഞ പോലെ ഒരു മിസാൻഡ്രിസ്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടെ ഉള്ള. കാരണം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നിലപാട് മാറ്റി, പിന്നീട് ആദില നൂറയുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വരാമെന്നും പറയുകയും ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്നിനൊരു വ്യക്തത ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു, ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു, ഇത്രയും അബ്സേർഡിറ്റി പറയുന്നത്, അതായത് ഇത്രയും വിവരമില്ലായ്മ അല്ലെങ്കിൽ ബോധമില്ലാത്ത വർത്താനം പറയുന്നത്, ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ നിലപാട് മാറ്റി കളിക്കുന്ന ആൾക്കാർക്ക് പുറത്ത് ഒരുപക്ഷെ അംഗീകാരം ഉണ്ടാവും, പക്ഷെ ആ ഗെയിമിനുള്ളിലെ ആൾക്കാര് ഈ പറഞ്ഞ പോലെ ലക്ഷ്മിനെ തീരെ UK എന്ന് പറഞ്ഞപ്പോ നമുക്ക് വിശ്വസിക്കാൻ വയ്യ, UK പുള്ളിക്കാരത്തി പോയതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഒരു എങ്ങനെയാണ് പോയതെന്ന് മനസ്സിലായില്ല. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അതിനൊരു പേര് ഇട്ട് കളിയാക്കി വിളിക്കുമായിരുന്നു, യുണൈറ്റഡ് കച്ചറ എന്നും പറഞ്ഞിട്ട്. എനിക്കിതിപ്പോ ഇവിടെ പറയാൻ താല്പര്യമില്ല, പക്ഷെ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ശരിക്കും നമ്മള് എന്നോട് ലാലേട്ടൻ എപ്പോഴും പറയും, കുറെ ലോകം കണ്ട് തിരിച്ചു വന്ന ആളല്ലേ എന്ന് പറയും. ഞാൻ ആക്ച്വലി പുറത്തായിരുന്നു, ഞാൻ UK ആക്ച്വലി പഠിച്ചതും ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തതും ഒക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ക്ലെയിമോ അതിന്റെ ഒരു ഇതൊന്നും ഞാൻ ക്ലെയിം ചെയ്യാറില്ല. ഒരുപക്ഷെ ആൾക്കാർക്ക് ഞാൻ വക്കീലായിട്ട് വർക്ക് ചെയ്ത 10 years ഞാൻ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലായിരുന്നു തീരെ. അന്ന് ആ സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു അധികം. പിന്നീടാണ് ഞാൻ എന്റെ പുസ്തകം എഴുതിയിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയത്. കാരണം ഇതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് നമ്മൾ ചെയ്യുന്ന പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി. പക്ഷെ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ എപ്പോഴും ഞാൻ പ്രതികരിക്കാറുള്ളതാണ് റിയൽ ലൈഫിലും. ബിഗ് ബോസിലല്ല, ഗെയിമിനകത്തല്ല, റിയൽ ലൈഫിലും. നമ്മളിപ്പോ ഗെയിമിനെ ഗെയിമായിട്ട് കാണണമെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഫോർഗെറ്റ് ചെയ്യാം, പക്ഷെ ഫോർഗീവ് വേണമെന്ന് നിർബന്ധമില്ല. കാരണം വെച്ചാൽ ഫോർഗീവ് വേണമെന്ന് ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. ടു ഫോർഗെറ്റ് ഇസ് ഹ്യൂമൻ, ടു ഫോർഗീവ് ഇസ് ഡിവൈൻ. അതിപ്പോ ദൈവത്തിനോട് ചോദിക്കണം ഫോർഗീവ്നെസ്സിന് വേണ്ടി. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്യാമറകളുടെ സഹായത്തോടെയും ബിഗ് ബോസിന്റെ സഹായത്തോടെയും ലാലേട്ടന്റെ സഹായത്തോടെയും ജിയോ ഹോട്ട്സ്റ്റാറും എൻഡമോൾ ഷൈന്റെയും ഏഷ്യാനെറ്റിന്റെ സഹായത്തോടെയും എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റി അവിടെ. ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ലക്ഷ്മി ഉന്നയിച്ച ഫോൾസ് അക്യൂസേഷൻ, അത് ഈ പറഞ്ഞ പോലെ ഞാൻ മസ്താനിയായിട്ട് സംസാരിച്ചു തിരിച്ചിറങ്ങി വന്നിട്ട്. മസ്താനിക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, മസ്താനിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മസ്താനിയോട് പറഞ്ഞു, മസ്താനി നമ്മൾ തമ്മിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അന്ന് തന്നെ തീരെ പ്രശ്നമില്ലായിരുന്നു. ഞാൻ മസ്താനിയോട് അന്ന് പറഞ്ഞു, മസ്താനി എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങനെ ഒരു ആശയം ഉന്നയിക്കുമ്പോൾ ആ സ്ത്രീയുടെ ഫീലിങ്സ് പരിഗണിച്ചുകൊണ്ട് ഞാൻ പറയുന്ന, മസ്താനി പ്ലീസ്, ഐ എം റിയലി സോറി ഫോർ യു ടു ഫീൽ ദാറ്റ് വേ, വെയിറ്റ് ചെയ്യൂ, നമുക്കിത് തെളിയിക്കാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ മസ്താനിയോട് ഒരിക്കലും ഞാൻ ആ സമയത്ത് ഇതൊരു അക്യൂസേഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു ഫോൾസ് അക്യൂസേഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു അലിഗേഷൻ ആണ് എന്ന് പറഞ്ഞ് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയില്ല. എന്നെ ഓവർ ഡിഫെൻസീവ് ആയില്ല. ഞാൻ മസ്താനിയുടെ ഫീലിങ്സിനെ അതേപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മസ്താനിക്കും അതറിയാം, വ്യക്തമായിട്ട് മസ്താനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നേരത്തെ പറഞ്ഞ പോലെ മസ്താനി പോയപ്പോൾ ഞാൻ സെലിബ്രേറ്റ് ഒന്നുമില്ല. കാരണം എനിക്ക് അവിടെ തോന്നിയത് ലക്ഷ്മി ആയിരുന്നു പോകേണ്ടത്.
ഈ പറഞ്ഞ പോലെ മസ്താനി ഓഫ് കോഴ്സ് യെസ് ഹെർ ഗെയിം ഇസ് ഡിഫറെന്റ്. അത് പുള്ളിക്കാരത്തി മൊത്തത്തിൽ പൊതുവെ ജനറലി ചെയ്യുന്ന ഗെയിമിനായിരിക്കും പുള്ളിക്കാരത്തിയെ ഓഡിയൻസ് നിലനിർത്തുന്നത്. അപ്പൊ തന്നെ എനിക്കൊരു ഇത് തോന്നിയായിരുന്നു, ഈ ലക്ഷ്മിയുടെ ഈ സ്റ്റാൻഡ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ഈ കാണിക്കുന്ന ഫോൾസ് അക്യൂസേഷൻ ചെയ്തിട്ട് പിന്നീട് വന്നിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ട് കൊടുക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞാല് അത് അവിടെ ആയതുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ മാസ് വെട്ടുകയാണെന്നാണ് പറയുന്നത്. ഫോൾസ് അക്യൂസേഷൻ ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നൊക്കെ. അപ്പോ എന്താണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത്? പുള്ളിക്കാരത്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ നേരത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ലക്ഷ്മിക്ക് കുറെ ട്രോമാസ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വരേണ്ട സ്ഥലം ഒരു റീഹാബ് അല്ല ബിഗ് ബോസ്. ഓക്കെ, ബിഗ് ബോസിൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മൾ ഈ റീഹാബിലിറ്റേറ്റ് ലക്ഷ്മിയുടെ ചെയ്യാൻ വേണ്ടി ഈ വിഷയം വിടുന്നില്ലല്ലോ. സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു കുറവുള്ള വ്യക്തിയാണ്. മാത്രമല്ല ലോകം കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു അനുഭവവും ചുറ്റും കാണിക്കാത്ത വ്യക്തിയാണ്. മൈനോറിറ്റി മനുഷ്യരൊക്കെ തന്നെ ആക്രമിക്കാനായിട്ട് നേതൃത്വം കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിന് തെറ്റായ ധാരണ സമൂഹത്തിൽ പലപ്പോഴായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് ലക്ഷ്മി. എങ്കിൽ പോലും ഒനിയലിന് വ്യക്തിപരമായിട്ട് ലക്ഷ്മി കാണാത്തൊരു വിഷയത്തിൽ ലക്ഷ്മി നടത്തിയ ഒരു പ്രസ്താവന വലിയ രീതിയിൽ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചു എന്നുള്ളത് ഞങ്ങളെല്ലാവരും കണ്ടതുമാണ്. കാരണം അത് അകത്ത് മാത്രമല്ല പുറത്തും ഒനിയലിൻ്റെ ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമായിരുന്നു. അത് കൃത്യമായിട്ട് തന്നെ ലാൽ സാർ ഇടപെട്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും പുറത്തിറങ്ങിയിട്ടും ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ചാനലിൽ കൊടുത്ത ഒരു പ്രസ്താവന വെല്ലുവിളി നടത്തുന്നതായിരുന്നു. അത്തരം വെല്ലുവിളികളെ ഒനിയൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം അത് ഇനിയും ഒനിയലിൻ്റെ ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ കമൻറ്റ് ബോക്സുകളോ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ തന്നെ വലിയൊരു അറ്റാക്കിംഗ് ഒനിയൽ അനുഭവിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. അതിനെങ്ങനെയാണ് ഇനി പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ ആക്ച്വലി ഈ പ്രതികരണം ആക്ച്വലി പറയുമ്പോൾ ന്യൂസ് ചാനലിൽ പറയുമ്പോഴാണല്ലോ അതിനനുസരിച്ച് അവർ പിന്നെ പ്ലാൻ ചെയ്യുക. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ പ്ലാൻസ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ അതിന് ഞാൻ പ്രതികരിച്ചിരിക്കും. കാരണം എന്താ വെച്ചാല് ഒനീൽ സാബു എന്നുള്ളൊരു വ്യക്തി പുറത്തെന്താണെന്നുള്ളത് വെല്ലുവിളികളിലൂടെ പറയില്ല, അത് കാണിച്ചാൽ ശീലമുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും അതിന് ഒരു കൂട്ടം സമൂഹത്തിലെ മനുഷ്യരൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു വലിയ സന്തോഷം കൂടി പങ്കുവെക്കുന്നുണ്ട്. കാരണം ഒനിയലിൻ്റെ സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഒനിയലിന് ചുറ്റും നിൽക്കുന്ന കുറേ മനുഷ്യർ ഈ വിഷയത്തിൽ ഒനിയലിൻ്റെ ഭാഗമായിട്ട് ഒനിയലിൻ്റെ സന്തോഷത്തിന് അല്ലെങ്കിൽ ഒനിയലിൻ്റെ അവകാശ പോരാട്ടത്തിന് കൂടെ ഉണ്ട് എന്നുള്ളതും കൂടി വ്യക്തമാക്കുന്നുണ്ട്. അത് വളരെയധികം ഒരു നല്ലൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു സംഭവം തന്നെ റീഅഷ്യൂറൻസ് ആയിരുന്നു. എനിക്ക് എന്റെ നാട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലൊക്കെ മോനെ നീ നന്നായി കളിച്ചു എന്നൊക്കെ കുറെ ഉമ്മമാരും കുറെ വലിയ അമ്മമാരൊക്കെ പറയുമ്പോ അവരൊക്കെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരല്ലായിരുന്നു, എനിക്ക് വേണ്ടി കണ്ടു എന്നും പറഞ്ഞിട്ടൊക്കെ പറയുമ്പോൾ ഭയങ്കര എടുത്തു സന്തോഷം. പറയേണ്ട കാര്യം ഈ അമ്മമാരുടെ സ്നേഹം കിട്ടാൻ വലിയൊരു പ്രയാസമാണ്. കാരണം അമ്മമാരുടെ മനസ്സിലേക്ക് ഒരാൾ ഇടം നേടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അംഗീകാരം തന്നെയാണ്, വലിയൊരു ട്രോഫിയാണ് ഒനിയിൽ അത് അവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് പുറത്തിറങ്ങിയ സമയത്തും ഈ കുടുംബ പ്രേക്ഷകരിൽ അമ്മമാരുടെ സ്നേഹം കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് കിട്ടിയ ഒരാളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ ജെൻഡറിൻ്റെ വേർതിരിവോ അല്ലെങ്കിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു പ്രസ്താവനയൊന്നും അവർ നടത്താറില്ല. അവർ വ്യക്തികളായിട്ട് മാത്രം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം തരുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഒനിയിൽ പറഞ്ഞത്, അമ്മമാർ കെട്ടിപ്പിടിക്കാറുണ്ട്, സന്തോഷം പങ്കുവയ്ക്കാറുണ്ട് എന്നുള്ളത്. അതെ അതെ, വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ പണ്ട് ചെയ്തിരുന്ന വെച്ചത് കൂടുതലും എന്റെ ഫീൽഡ് ഓഫ് വർക്ക് കൂടുതലും വരുന്ന ആൾക്കാർ കമ്മ്യൂണിറ്റി ഇവന്റ്സിനൊക്കെ വരുന്നത് ജെൻ ആൽഫ ഒക്കെയാണ്. ചെറിയ ലൈക്ക് പിള്ളേരായിരിക്കും, ഒരു 2000 ശേഷം ജനിച്ച അല്ലെങ്കിൽ 90s ജനിച്ച ആൾക്കാരായിരിക്കും വരിക. പക്ഷെ അവരുടെ ഇടയിൽ മാത്രമായിരുന്നു എന്റെ ഒരു ചെറിയൊരു പോപ്പുലാരിറ്റി. ഞാൻ പറഞ്ഞ ആവറേജ് ഏജ് ഗ്രൂപ്പ് മാറി ഇപ്പൊ എന്നെ അറിയാവുന്ന ആൾക്കാർ. അപ്പൊ അതൊരു ഭയങ്കര ഡിഫറൻസ് തന്നെയാണ്. എന്നെ ആദ്യം അറിയാൻ പറ്റും. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് അത് ഫീൽ ചെയ്യാം. മോനെ എന്നുള്ള വിളി ഉണ്ടല്ലോ, അത് എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോ ഈ ലക്ഷ്മിയുടെ ഇൻസിഡന്റ് നടന്നപ്പോ ഞാൻ കരഞ്ഞു കൺഫെഷൻ റൂമിൽ പോയിട്ട്. അപ്പൊ ഞാൻ കൺഫെഷൻ റൂമിൽ പോയി കരഞ്ഞതൊക്കെ ബിഗ് ബോസ് കരഞ്ഞ കൂട്ടത്തിൽ ഒനിയിൽ ഒറ്റയ്ക്ക് കരഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കൂട്ടം ആളുകൾ, ഞാൻ അടക്കം ഉള്ള ആളുകൾക്ക് വിഷമമായൊരു സീനായിരുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ഈ മലയാളം സീസൺ 7 ഉണ്ടായിട്ടുള്ള ഏറ്റവും വിഷമിപ്പിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു ഒനിയിൽ. ഞാനൊന്ന് കരഞ്ഞോട്ടെ ബിഗ് ബോസിന് ചോദിക്കുന്ന ആ ഒരു നിമിഷം വളരെ പേഴ്സണലി അടുത്തുള്ള ഏറ്റവും ഓർമ്മിക്കുമ്പോൾ ഏറ്റവും വേദന തരുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതിൽ ഒപ്പം നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ കരച്ചില് എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങനെ കരഞ്ഞ ശീലമുള്ളൂ. ഞാനിങ്ങനെ ഈ ഒരു ഭയങ്കര സ്റ്റേൺ ആയിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ മസ്കുലിനിറ്റി എഫക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് എല്ലാരും കാണിച്ചു കരയാൻ പാടില്ലെന്നൊന്നും വിചാരിക്കുന്ന ആളല്ല. എനിക്ക് ആ ഒരു റീഅഷ്യൂറൻസ് ബിഗ് ബോസിനെ നിന്ന് കിട്ടും. ബിഗ് ബോസ് നമ്മളൊരു എന്താ പറയാ ഒരു ഗൈഡ് പോലെ, ഒരു ഗാർഡിയനെ പോലെ നമ്മൾ അവിടെ നിന്നിട്ട് പറയും ഒനിയിൽ വിഷമിക്കണ്ട, എന്തുവന്നാൽ ആ ശബ്ദത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഒനിലിന്റെ കാര്യം ലാലേട്ടൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് നമുക്കൊരു അഷുറൻസ് തരുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു റിലീഫില്ലേ, ഒരു പ്രഷർ റിലീസ് കിട്ടില്ലേ. കാരണം എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചിലപ്പോ
മസ്താനിക്ക് അങ്ങനെ തോന്നിയാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഈ എപ്പിസോഡൊക്കെ പുറത്തു പോകുമ്പോൾ എന്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ്. അതായത് എന്റെ അമ്മ തീരെ സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ്. അമ്മ അച്ഛനൊക്കെ പ്രായമുള്ള ആൾക്കാരാണ്. അവരനുഭവിക്കണ വേദന അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പിന്നീടാണ് ഞാൻ ഫാമിലി വീക്കിന് അമ്മ വന്നപ്പോ അമ്മ ഷാനവാസിന്റെ വലിയ ഫാനായി, രുദ്രന്റെ ഫാനാ. അപ്പൊ അമ്മ ഷാനവാസിനോടാണ് പറഞ്ഞത്, മോനോട് പറയണ്ട, പക്ഷെ ഞാൻ ആശുപത്രിയിലായിരുന്നു, അഡ്മിറ്റഡ് ആയിരുന്നു, ഇതൊക്കെയായിരുന്നു വിഷയം. മമ്മി ലക്ഷ്മിയോട് സംസാരിച്ചു പോലുമില്ല ഫാമിലി വീക്കിൽ. അത്രയ്ക്കും ആ ആ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ലക്ഷ്മിയോട് സംസാരിക്കാൻ മാത്രം സംസാരിച്ചു. ഉള്ളൊരു ക്വാളിറ്റി ലക്ഷ്മിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പല കുടുംബത്തിലുള്ള മനുഷ്യരൊക്കെ തന്നെ അത് അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. കാരണം ലക്ഷ്മിയുടെ ഫാമിലി വന്ന സമയത്തും നടത്തിയ പ്രസ്താവനയും ഇല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരിൽ ഒരു കൂട്ടം മനുഷ്യർ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മിയോട് സംസാരിക്കാൻ തന്നെ തോന്നാത്തൊരു വ്യക്തിത്വമായിരുന്നു, ഇടപെടലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം മുന്നിലുള്ള ഫാമിലി അടക്കമുള്ള ആളുകൾ സംസാരിക്കാതിരുന്നത്. അത് ഇവർക്ക് നമുക്ക് പുറത്തുള്ള കാര്യമൊന്നും പറയാൻ പാടില്ല. അപ്പൊ എന്റെ അമ്മ ഈ ലക്ഷ്മിയോട് കാണിക്കുന്ന ഒരു 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 പ്രതികരണം കണ്ടപ്പോ എനിക്ക് എന്തോ മിസ്റ്റേക്ക് തോന്നി. ലൈക്ക് എനിക്കറിയില്ല എന്താണ് മമ്മി ഇത്രത്തോളം ദേഷ്യം കാണിക്കുന്ന മമ്മിനെ അത്ര അവൾ അനുഭവിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ ഞാൻ പിന്നെ പുറത്തു വന്നപ്പോഴാണ് അറിയുന്നത്. കാരണം വെച്ചാൽ എന്റെ മമ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഭയങ്കര ഈസി ചില്ലായിട്ട് അവിടെ ആക്ച്വലി എല്ലാവർക്കും ഉമ്മ കൊടുത്തു മമ്മി ഹൗസിൽ വന്നിട്ട്. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. ഞാനും ഇറങ്ങിയപ്പോ എല്ലാവർക്കും കിസ് കൊടുത്തായിരുന്നു. എനിക്ക് ആദില നൂറയാണ് ആദ്യം തരുന്നത്, എന്റെ സിസ്റ്റേഴ്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ നെവിൻ മോൻ, അവന് ഞാൻ എന്റെ 2 കോയിൻ കൊടുത്തു. അതായത് അവിടെ നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു കോയിൻസ് ഉണ്ടായിട്ട് റീകളുടെ, അത് ഞാൻ അവന് കൊടുത്തു. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് ഇറങ്ങാൻ പറ്റി. ഇറങ്ങണതിന് മുമ്പ് എല്ലാരും കൂടി കൂടുന്നു. അക്ബറൊക്കെ ഞാൻ മറ്റേ നമ്മുടെ സിഗരറ്റ് റൂമിന്റെ അടുത്ത് വന്ന് നിൽക്കും. അപ്പൊ അക്ബറും എന്താണ് അതിന്റെ പേര്, ആര്യനും ഞാനും നെവിനും കൂടി അവിടെ നിന്ന് ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ടാണ് ഇറങ്ങിയത് ബിഗ് ബോസ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി. എനിക്ക് നല്ലൊരു എവിക്ഷൻ വീഡിയോയും കിട്ടി. എന്താ പറയാ, നല്ല രീതിയിൽ എക്സിറ്റ് ആവാൻ പറ്റി. പിന്നീട് പുറത്തിറങ്ങി വന്നിട്ട് എന്നെ ഈ ബിഗ് ബോസ് ഗെയിമിൽ തലയിൽ ഇരിക്കുമ്പോഴത്തേക്കും വന്നിട്ട് കുറെ ബൈറ്റ് എടുത്ത് കുറെ ഇന്റർവ്യൂക്കാര്. അതിനകത്ത് ഞാൻ ആക്ച്വലി ബിഗ് ബോസിലെ ഒനിയിലായിട്ട് തന്നെ സംസാരിച്ചു. അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല രീതിയിൽ ഒരു മിനിറ്റ് നാദ്ര, ഉറപ്പായിട്ടും നമുക്ക് പുതിയ കുറേ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം.
സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവര ന്യൂസ് 3 തുടരുന്നു. ഒനിലിൻ്റെ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. ഒനിൽ, നമ്മൾ ബിഗ് ബോസിന് ശേഷം, എവിക്ഷനൊക്കെ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എയർപോർട്ടിലേക്ക് വരവേൽക്കാനായിട്ട് ഒരു കൂട്ടം ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ചുറ്റുമുണ്ടായിരിക്കും. ആ സമയത്തായിരുന്നു ഒനിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നത്, ഞാൻ നിയമപരമായിട്ട് ലക്ഷ്മിയുടെ വിഷയത്തെ കൈകാര്യം ചെയ്യും എന്നുള്ളത്. ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ ആകണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായി അതിൻ്റെ അപ്ഡേഷൻ? അതിന്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാല് നാദി, ഇതെന്താ അറിയോ, ഇപ്പൊ ഈ ലക്ഷ്മിയുടെ കുറെ എന്താ പറയാ ഫാൻസോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ്, ഇവരെ PR ലക്ഷ്മിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് എന്ന് ഞാൻ അടക്കമുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു PR വർക്കിന്റെ ബേസിൽ മാത്രം കുറച്ച് ദിവസം അവിടെ നീണ്ടു നിന്നു എന്നതിനപ്പുറത്തേക്ക് അതും PR വർക്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഫേക്ക് അക്കൗണ്ടുകളാണെന്നുള്ളതും നമുക്ക് കാണാൻ സാധിച്ചു. അതെ, ഫാൻ ബേസ് അല്ല ഇത്. ഈ പറഞ്ഞ പോലെ ഈ ആശയം, അതായത് ഹോമോഫോബിക് ആയിട്ടുള്ള ആശയങ്ങള്, അങ്ങനത്തെ വിരുദ്ധമായിട്ടുള്ള, അതായത് ഈ പറഞ്ഞ പോലെ യൂഷ്വലി പ്രോഗ്രസീവ് ആയിട്ടല്ലാത്തുള്ള എല്ലാ ആശയങ്ങളും കൂടി പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ എന്ന് ഞാൻ പറയാം. അതായത് ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി, അവരുടെ കാര്യത്തിന് വേണ്ടി ഒരുപക്ഷെ ലക്ഷ്മിയെ ഒരു ഐക്കോണായിട്ട് മുമ്പിൽ നിർത്താൻ വേണ്ടിയുള്ള ഒരു ഇതാണ് സംഭവം. അതെന്ന് വെച്ചാല്, ഞാൻ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഗെയിമർ എന്നുള്ള നിലയിലും ഒന്നും ചെയ്യാത്ത ഒരാള്, അല്ലെങ്കിൽ ബുദ്ധിയും അധികം വളർച്ചയും വിവരമൊന്നും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാള് എന്ന് മാത്രം അംഗീകരിച്ച ഒരാളെ പുറത്ത് മാസമായിട്ട് കാണിക്കാനുള്ള കുറച്ച് കൂട്ടം ആൾക്കാർ, കുറച്ച് കൂലിക്ക് തല്ലാൻ പോകുന്ന ആൾക്കാരില്ലേ, അത്രേ ഉള്ളൂ. അതായത് പൈസ കൊടുത്താൽ എന്തും ചെയ്യും എന്നുള്ള രീതിയിലുള്ള കുറെ ആൾക്കാരുടെ കൂട്ടം. സംസാര രീതികളിൽ വളരെ മോശമായ വാക്കുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിനപ്പുറത്തേക്ക് തെറിവാക്കുകൾ ഉപയോഗിക്കുക, വ്യക്തികൾക്കപ്പുറത്തേക്ക് കുടുംബത്തെ ആക്രമിക്കുക എന്നുള്ളത്, അത് എപ്പോഴും നോക്കി കാണുന്ന സമയത്ത് സൈബർ അടത്ത് പോലും വലിയ രീതിയിൽ കേസുകളൊക്കെ ഇല്ലെങ്കിൽ കേസുകൾ കൊടുത്തിട്ടുള്ള വിഷയങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതുപോലെ എന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാല്, ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല്, ഞാൻ അന്ന് കരഞ്ഞത് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിനകത്ത് ഈ പർട്ടിക്കുലർ പേഴ്സൺ ലക്ഷ്മിയെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ്. അക്കൗണ്ടബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് അക്കൗണ്ടബിലിറ്റി, നമ്മളുടെ ബിഹേവിയർ നമ്മൾ അക്കൗണ്ടബിൾ ആവണം. ധൈര്യമായിട്ട് നമുക്ക് എന്തും പറയാമെന്നുള്ളത് തോന്നരുത്, സൊസൈറ്റിയിലായാലും ഗെയിമിനുള്ളിലായാലും. എന്നിട്ട് ഗെയിമിനുള്ളിൽ ചെയ്തത് ഗെയിമിനുള്ളിൽ മറക്കണമെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഇവരുടെ ഈ ഒരു കൂട്ടം സംഘം
ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു വക്കീലാണ്, ഒരാളുടെയും ചെലവിന് പഠിച്ചതല്ല, എന്റെ വീട്ടുകാരെന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാണ്. ആ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളെ വെറുതെ വിടണമെന്നുള്ളത് എന്റെ തീരുമാനമാണ്. അത് ഉറപ്പായിട്ടും. മാത്രമല്ല, ഈ അത് ദൈവികമായിട്ടുള്ള ശക്തിയൊന്നും എനിക്കില്ല അങ്ങനെ മറന്ന് കളഞ്ഞിട്ട്. ഗെയിമിന് വേണ്ടി നമുക്ക് ഗെയിമിന് മുന്നോട്ട് പോകണമെങ്കിൽ മറന്നു കളയാം. കാരണം ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 2 ആഴ്ച, അന്ന് ആ സമയത്ത് ഒരാഴ്ച ക്യാപ്റ്റൻസിയിലേക്ക് വന്നു, 3 ആഴ്ച അടുപ്പിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് വന്നു. എന്റെ ഗെയിമിനെ എഫക്ട് ചെയ്യാൻ സമ്മതിച്ചില്ല ഞാനത്. അത് എന്റെ മെന്റൽ സ്ട്രെങ്ത് ഞാൻ അവിടെ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ യു കെ നോട്ട് മെന്റലി ബ്രേക്ക് മീ ഇഫ് യു തിങ്ക്. അപ്പൊ ഈ പറഞ്ഞ പോലെ അത് നടക്കില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഔട്ട്സൈഡ് ഓഫ് ഇത് ഞാൻ പഠിച്ച നിയമത്തിൽ പ്രകാരം സിവിൽ സിവിൽ ഡിഫമേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എന്റെ പോസ്റ്റിനെ മുക്കാൻ നോക്കുന്നു, അതിൽ കമന്റ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അവര് സ്പൈ എന്നൊക്കെ പറഞ്ഞ അടിയിലൊക്കെ എഴുതുന്നുണ്ട്. ഈ സ്പൈ ചെയ്യാൻ വേണ്ടി ഇത് ഇന്റർപോൾ വഴി ഒന്നും ഹാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആയിരിക്കുമെങ്കിലും കയറാം. ഈ പറഞ്ഞ പോലെ അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ കയറി എന്റെ ഒരു ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു വെൽവിഷർ നമുക്ക് അതിന്റെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് അത് ഞാൻ ആക്ച്വലി ഓപ്പൺ ആയിട്ട് ഇട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പ്രൈവസി വയലേഷൻ ചെയ്യുന്നു, നമ്പറൊക്കെ വെളിപ്പെടുത്തുന്നു, എന്നെ പറ്റി കുറ്റം പറയുന്ന സാധനത്തിന് ഒരാളെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്ന സ്ഥലം പുണ്യപ്പെട്ട സ്ഥലമൊന്നും അല്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്പറൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ, ആൾക്കാർ അക്കൗണ്ടബിൾ ആവണം. ഇവർക്കൊന്നും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല. ഫേക്ക് പ്രൊഫൈലിന് വന്നിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പൊ സ്വന്തമായിട്ടുള്ള നമ്പറും ഈ പറഞ്ഞ പോലെ ഒരു മുഖം ഇല്ലാത്ത ആൾക്കാരോട് ഞാനും റിപ്ലൈ ചെയ്യാറില്ല. കാരണം ഇതുപോലത്തെ ആൾക്കാരൊക്കെ എനിക്ക് വലിയ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അവന്മാര് തെറി വിളിക്കണമെങ്കിൽ തെറി വിളിച്ചിട്ട് പോയിക്കട്ടെ, ഒരു സുഖം. 63 ദിവസം നിന്നൊന്നുമില്ലല്ലോ ബിഗ് ബോസിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എന്റെ അടുത്ത് തെറി വിളിക്കാനൊന്നും ആവശ്യമില്ല. അതൊക്കെ ചെയ്ത് കാണിച്ചിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ ലക്ഷ്മി തന്നെ 50 ദിവസം തികഞ്ഞില്ലല്ലോ. ലക്ഷ്മി ഒരു വലിയ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ 50 ദിവസം, ഞാൻ പറയാം 50 ദിവസം കഴിഞ്ഞപ്പോ റെനമോളും ഞാനും കൂടി, റെനമോളാണ് പോയത് അന്ന്, റെന പോയി അന്ന് റെനമോള് കേക്ക് കട്ടതപ്പോ നമ്മളെല്ലാരും പറഞ്ഞു 50 ദിവസം നിന്നവര് നമ്മളെല്ലാരും ലെജൻസ് ആണ് ഫസ്റ്റ് ദിവസം തൊട്ട്. ഓക്കെ, അപ്പൊ ഉറപ്പല്ലേ നാദറ? അതായത് നാദറക്ക് അറിയാം ടിക്കറ്റ് ഫിനാലെ, പണപ്പെട്ടി, ഈ സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ മിസ് ചെയ്തേക്കണത്. ഓക്കെ, പക്ഷെ അതിനേക്കാൾ വലിയ ട്രോഫി നേടിയിട്ട് തന്നെയാണ് ഒനിൽ പുറത്തേക്ക് വരുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അമ്മമാരുടെ മനസ്സിലേക്ക് ഇടം നേടിയ വ്യക്തി എന്ന രീതിയിൽ വലിയൊരു ട്രോഫി കിട്ടിയ ഒരാളാണ്. തീർച്ചയായിട്ടും അത് ബിഗ് ബോസിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആശയങ്ങളൊക്കെ എല്ലായിടത്തും ഈ ലോകമെമ്പാടുള്ള മലയാളികൾ കാണുന്നു. ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഞാനൊരു അവിടെ എനിക്ക് സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയത് ഞാനൊരു വക്കീലായതുകൊണ്ടോ ആ ഒരു മെച്യൂരിറ്റി എനിക്ക് ഉള്ളത് കൊണ്ടായിരിക്കും. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആര്യന് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ വേറെ രീതിയിലാണ് അവൻ റിയാക്ട് ചെയ്തത്. അക്ബറിന് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ അവൻ വേറെ രീതിയിലാണ് റിയാക്ട് ചെയ്തത്. എല്ലാവർക്കും ആ മെച്യൂരിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെനിക്ക് എന്താ പറയാ, ഞാൻ ലൈക്ക് കണക്ട് ചെയ്യുന്ന യൂണിവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ എത്രത്തോളം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ഇരിക്കുന്ന ആ പോസിറ്റിവിറ്റി ലൈക്ക് കളയണമെങ്കിൽ ഞാൻ തന്നെ ഉദ്ദേശിക്കണം. അപ്പൊ ഞാൻ തന്നെ ഉദ്ദേശിച്ചാലേ പറ്റുള്ളൂ. അതെ, നിയമ പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ അതിന് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നു എന്നുള്ളതാണ്. കാരണം വ്യക്തിപരമായിട്ട് ഒരാളെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നത് വളരെ മോശമാണ്. അത് പുറത്തിറങ്ങിയിട്ടും അതിനെ വെല്ലുവിളിക്കുന്നതും അതിനേക്കാൾ വലിയൊരു മോശമാണ്. ആ വെല്ലുവിളിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒനിയലിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ സപ്പോർട്ടും തരുന്നു. ഒനിയൽ, മറ്റൊരു സാധ്യത കൂടി പറയുകയാണ്. നമ്മൾ ഈ ലക്ഷ്മി പോലുള്ള മത്സരാർത്ഥികളൊക്കെ തന്നെ അകത്ത് 50 ദിവസം നിന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വൈൽഡ് കാർഡിൽ കുറച്ച് ദിവസം നിന്ന ഒരാളെന്ന രീതിക്ക് കണ്ടന്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ എടുത്തു പറയാൻ മാത്രമുള്ള ഒരു കണ്ടന്റ് എന്നുള്ളത് ഒനിയലിന്റെ ഒരു വിഷയവും ആദില നൂറയുടെ ഒരു വിഷയവും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ഒരു വിഷയങ്ങളിലും ഇടപെടാത്ത ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി. അത് മാത്രമല്ല, ഇതിന് മുൻപത്തെ ഒരു സീസണിൽ വന്നുള്ള ഈ ഹോമോഫോബിക് ആയിട്ടുള്ള വ്യക്തിയും ഈ പറഞ്ഞ പോലെ ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പുറത്തേക്ക് മറ്റൊരു ഇടപെടൽ നടത്താത്ത വ്യക്തികളാണ്. ഇവരൊക്കെ തന്നെ ഈ ഒറ്റൊരു ഫാൻസി എന്ന പോലെ കരുതുന്ന ഈ വിഷയത്തിൽ മാത്രമാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളതും അതിൽ ഹിറ്റായിട്ടുള്ളതും, അതിൽ ഹിറ്റെന്ന് ഇവർ അവകാശപ്പെടുന്നതും. എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇതിൽ മാത്രം ഒതുങ്ങി പോകാനും ഇതിൽ മാത്രം നിന്നുകൊണ്ട് ഫെയിം ആവാനും പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഗൂഗിൾ വായിച്ച് വിവരം വെക്കുന്നത് ഒരു വ്യത്യാസമില്ലേ? അതായത് സർഫസ് ലെവൽ നോളജ്, പുസ്തകം വായിക്കാതെ കൂടുതൽ ആശയങ്ങളൊന്നും പഠിക്കാണ്ട് ഇപ്പൊ എന്ത് വർക്ക് ചെയ്യും, എന്ത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ കളിയിൽ എനിക്ക് മുന്നോട്ട് പോകാം, ആരുടെ സപ്പോർട്ട് കിട്ടും, ആരാണ് എന്നെ പിന്തുണക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ കയ്യടി മേടിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതിലൊന്നും പ്രത്യേകിച്ച് മാസ് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യത്തിന് ലക്ഷ്മിയെ ഓപ്പൺ ആയിട്ട് ഒരു വെല്ലുവിളിക്കാനുള്ള എന്റെ മുമ്പിൽ വന്നൊരു ചർച്ചയ്ക്ക് ഇരിക്കൂ ഡിബേറ്റിന് വേണ്ടി.
ഞാൻ തോറ്റു പോകും. ലക്ഷ്മിയെ അത് വേണമെങ്കിൽ ഈ ഉറപ്പാണ്. പറഞ്ഞ വിദ്യാഭ്യാസമുള്ള അത് ഒനിയലിന് വളരെ മുന്നിലേക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ലക്ഷ്മി മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ തോറ്റു പോകും എന്നുള്ളത് പ്രേക്ഷകരടക്കമുള്ള എല്ലാ മനുഷ്യർക്കും കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഇത് നാദിറ പറയുന്നുണ്ടല്ലോ, ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ അത് ഞാൻ പറയുന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് വന്ന കമന്റ്സ് എന്നെ ബാധിക്കാൻ അനുവദിക്കില്ല. കാരണം പണ്ടേ എന്നെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന കാരണം പച്ചക്കെല്ലാം തിരിച്ചു പറയും. ഞാൻ എന്റെ ഈ ബിഗ് ബോസിൽ പ്രൊമോയിലും പറഞ്ഞു, ഞാൻ ഐ എം റോ, ഐ ലൈക്ക് ഇറ്റ് റോ, യുനോ, അതുപോലെ തന്നെ ഞാൻ നിൽക്കും, അതുപോലെ തന്നെ ഞാൻ നിന്നോളൂ. അതിലൊരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒബിയസ്ലി ഡിഫെൻഡ് ചെയ്ത് നമ്മൾ അത് ആ രീതിയിൽ ചെയ്യുന്നത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നത്തിൽ പ്രതികരിക്കണമെങ്കിൽ ഈ ലക്ഷ്മിയോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗെയിമില്. ഞാൻ ഈ ഇറങ്ങുന്നതിന് തലേദിവസം വരെ ലക്ഷ്മി ഷാനവാസും തമ്മിലെ രീതിയിൽ ലക്ഷ്മിനെ ലൈക്ക് ഈ പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ വിചാരം ലക്ഷ്മിയുടെ പ്രൊവക്കേഷൻ സ്ട്രാറ്റജി ഭയങ്കര ഗംഭീരമാണെന്ന് പറഞ്ഞത്. ആ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും വലിയ പ്രൊവക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്ന ആളാണ് റെന. ഞാൻ റെനയെ ഗെയിമറായിട്ട് അംഗീകരിക്കുന്നു. റെനയും ലക്ഷ്മിയും കൂടി ലൈക്ക് എവിക്ഷനിൽ വന്നപ്പോഴത്തേക്കും ഒരാളും കരുതിയില്ല റെന പോകുള്ളൂ. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ അപ്പൊ ലക്ഷ്മിയൊക്കെ എന്നേ പോകേണ്ട ആളായിരുന്നു. ലക്ഷ്മിയൊക്കെ എന്തുണ്ടായിട്ടാണ് ഒരു ടാസ്ക് മര്യാദയ്ക്ക് ചെയ്തിട്ടുള്ള. ക്യാപ്റ്റൻസിയിൽ ഒരു തവണ മാത്രമാണ് വന്നത്, അത് ഈ അടുത്തെങ്ങാണ്ട്. അത് എല്ലാവർക്കും ലേഡി ക്യാപ്റ്റൻ വേണമെന്ന് പറഞ്ഞ ഒരു പരിഗണന ചൂസ് ചെയ്ത കാരണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതിലേക്ക് ലക്ഷ്മി ഒതുങ്ങിക്കൂടാൻ വേണ്ടി അപ്പൊ ആദില നൂറയുടെ അടുത്ത് ഫേക്ക് ആയിട്ട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കയറ്റാന്നൊക്കെയുള്ള രീതിയിലൊക്കെ നടക്കുന്ന ആ സമയത്താണ്. അപ്പൊ ആ ഒരു എന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് അവരെ വീട്ടിൽ കയറ്റില്ല എന്നാക്കി. അപ്പൊ ഈ ഓരോ സമയത്ത് ഓരോ നിലപാട് പറയുന്ന ആൾക്കാരെ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ വിൽ വി ടേക്ക് ദം സീരിയസ്ലി? നമുക്ക് അവരെ സീരിയസ്ലി എടുക്കാൻ പറ്റില്ല. നേരത്തെ തന്നെ ഒരു കാണാത്ത വിഷയത്തിന് മസ്താനിയുടെ വിഷയം അതൊരു കണ്ടന്റ് ആക്കണോന്നും പറഞ്ഞിട്ട് കണ്ടന്റ് ആക്കിയതാണ്. നേരത്തെ തന്നെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ ഉള്ളി കേസ് ഒക്കെ ഉള്ളൂ, വലിയ കേസ് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കേസ് ഇതാണ്, കാണാത്ത ഒരു സാധനത്തിന് കേസ് ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ വീണ്ടും ഷാനവാസിന്റെ തലയിൽ ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വിഷയത്തിൽ ഒന്നും കാണാതെ വന്നിട്ട് ഷാനവാസിനെതിരെ നിൽക്കുക. എല്ലാ ആണുങ്ങളായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ വന്നത് LGBTQ കമ്മ്യൂണിറ്റീനെയാണ് ടാർഗറ്റ് ചെയ്യുക. അതെങ്ങനെയാന്ന് പറഞ്ഞാല് വ്യക്തമായിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റിയാസ് സലീം അവിടെ വന്നിട്ട് പുള്ളിക്കാരന് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനോട് ഭയങ്കര കലിപ്പായിരുന്നു. പുള്ളിക്കാരൻ സംസാരിച്ചു. അതിനകത്ത് ഇവള് എന്തോ തിരിച്ചു പറഞ്ഞപ്പോ അത് വലിയ മാസായിട്ട് ഇവിടെ കാണിച്ച് ഞാൻ വീഡിയോ കണ്ടു. ഞാൻ ഇറങ്ങിയപ്പോ മാസ് കാണിച്ചതും ഒരിട്ടും മാസമായിരുന്നുള്ള വിഷയമായിരുന്നില്ല. കാരണം അത് BGM കയറ്റി ഒരു പാട്ട് കയറ്റി ഒരു ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ അതിനെ മാസാക്കാൻ കാണിക്കാൻ പറ്റും എന്നുള്ളത് അവരുടെ PR ടീമിന്റെ മാത്രം ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആർക്കും ആ ഗെയിമിനുള്ളിൽ അങ്ങനെ തോന്നിയില്ല. കാരണം ഈ ലക്ഷ്മിയുടെ സൗണ്ട് തന്നെ ആരും കേൾക്കാറില്ല. വോളിയം കൂട്ടി ടാസ്ക് തന്നെ ഏറ്റവും ബോറായിട്ട് കളിച്ചതും ലക്ഷ്മിയാണെന്നുള്ളതാണ്. കാരണം ടാസ്കിന്റെ സൗന്ദര്യത്തെ കാരണം വലിയൊരു റോള് കൊടുത്തിട്ട് പോലും ആ റോള് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ഗെയിമറാണ് ലക്ഷ്മി അതിനകത്ത്. അതെ. ലക്ഷ്മി ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലക്ഷ്മി ജനറൽ മാനേജറായിട്ട് നിന്നിട്ട് അപ്പൊ എന്റെ മറ്റേ വിഷയത്തിൽ നിന്ന് ലക്ഷ്മി മറ്റേ സോറിയൊക്കെ പറഞ്ഞ് മുട്ടുമടക്കി ഭയങ്കര ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഈ ഹോട്ടൽ ടാസ്ക് വരുന്നത്. അപ്പൊ ഈ ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴത്തേക്കും ലക്ഷ്മി ഉടനടി ഞാനാണ് ആ ഹോട്ടൽ ടാസ്കിൽ ലൈക്ക് സ്റ്റാർസ് ഒക്കെ കിട്ടി വീണ്ടും ക്യാപ്റ്റൻസിയിൽ നോമിനേഷൻ റിയാസ് ഇട്ടിട്ട് ഞാൻ ക്യാപ്റ്റൻ ആവുന്നത് നെക്സ്റ്റ് വീക്ക്. അപ്പൊ ലക്ഷ്മിക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല. ഈ ടാസ്ക് മര്യാദയ്ക്ക് കളിച്ചാൽ മതി. അന്ന് ആ ടാസ്ക് കളിക്കോ ഇല്ല. ഈ പറഞ്ഞ പോലെ ആ ടാസ്ക് കളിച്ചുമില്ല. അതിനകത്ത് സ്റ്റാർ കൊടുക്കേണ്ടത്, അതായത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് അതിന്റെ പേര്, ഒരു റോള് ബിഗ് ബോസ് കൊടുത്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ആ സ്റ്റാർ ആർക്ക് കൊടുക്കണം, ആ സ്റ്റാർ ആർക്ക് കൊടുക്കണ്ട. പുള്ളിക്കാരത്തെ അപ്പോഴും ഗെയിം കളിച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റാർ ഒക്കെ കൊടുക്കുന്നതിലും ഗെയിം കളിച്ച്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല. നമ്മൾ വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഒരു മാധ്യമത്തിൽ കൊടുത്തിരുന്നു, ഈ പറഞ്ഞ പോലെ ഇവര് നാളെ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ഐഡന്റിഫൈ ചെയ്ത് വന്ന് പ്രണയിച്ചാലൊക്കെ തന്നെ എങ്ങനെയായിരിക്കും നമുക്കിത് അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യന് മാത്രമേ പ്രണയിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റേതെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ അത് മാനസിക രോഗം തന്നെയാണ്, അത് ചികിത്സിച്ച് മാറ്റേണ്ട കാര്യമാണ്. പക്ഷേ എൻ്റെ പരിചയത്തിലുള്ള ഒരു LGBTQ മനുഷ്യനും ഇത്തരത്തിലൊരു പ്രണയം നടിച്ചിട്ടില്ല, കാണിച്ചിട്ടുമില്ല. എൻ്റെ പരിചയത്തിൽ മറ്റങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ഒനിയലിൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും, ഒനിയലിന് കുറച്ചധികം LGBTQ മനുഷ്യരുമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണ്. അപ്പം ഒനിയൽ ലൈഫിൽ എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു പ്രണയത്തെ കാണുകയോ ഇല്ലെങ്കിൽ അത് സംസാരിക്കുകയോ ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാനോ സാധ്യത ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്? അത് എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിന്ന് പഠിക്കുന്ന വിവരം വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഈ പറഞ്ഞ സർഫസ് ലെവൽ നോളജ് എന്ന് പറയും, അതായത് സൂപ്പർഫിഷ്യൽ, ഞാൻ എപ്പോഴും പറയും സൂപ്പർഫിഷ്യൽ നോളജ് വെച്ചിട്ട് നമ്മൾ ഡെപ്ത് ഒന്നും ഇല്ല അതിനകത്ത്. ലക്ഷ്മിയോട് തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇന്റർവ്യൂവിൽ തിരിച്ചു ചോദിക്കാനുള്ള കഴിവും അവർക്ക് ഇല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഒരു ഉദാഹരണം പറയൂ, അല്ലെങ്കിൽ എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് പറയൂ, ഇവിടെ നടക്കുന്ന കാര്യമാണോ, അതൊന്നും ചോദിക്കുന്നില്ല. ഇത് ചുമ്മാ മാസ് അടിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. അതായത് നമ്മളിപ്പോ ഇന്റർനെറ്റിൽ കണ്ടു കഴിഞ്ഞാല് അമേരിക്കയിൽ ഇപ്പൊ ഇഷ്ടമുള്ള പ്രൊണൗൺസ് ചൂസ് ചെയ്യാം. അപ്പൊ ഇഷ്ടമുള്ള പ്രൊണൗൺസ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി, ഹിം, ദേ അതെല്ലാം ഈ പറഞ്ഞ പോലെ നോൺ ബൈനറി, ബൈനറി, ഇത് കുറെ കാറ്റഗറീസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു പക്ഷേ ഞാനൊരു മില്ലേനിയലാണ്, ഞാൻ വർക്ക് ചെയ്ത എൻവയൺമെന്റിൽ ആ സമയത്ത് പ്രൊണൗൺസ് ഒന്നും കമ്പൽസറി അല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഐ ഐഡന്റിഫൈ ആസ് എ സ്ട്രെയിറ്റ് മെയിൽ എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോ അതിന്റെ ആവശ്യം വരുന്നു എന്ന് ഇപ്പോ ഉള്ള ജെൻ സി അല്ലെങ്കിൽ ജെൻ ആൽഫ തീരുമാനിക്കുകയാണെങ്കിൽ അവരുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ ഒരാൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയത്തിന് പിന്നീടുള്ള മൂവ്മെന്റ് അത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ കൂടി മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് ഇത് വന്നു? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ടൈം ഒരു മീ ടു കേസ് വരുന്നു. അപ്പൊ ഹാർവി വെയിൻസ്റ്റൈൻ എന്നുള്ള ഒരു മനുഷ്യന്റെ മീറ്റൂവിൽ നിന്നാണ് പിന്നെ പടർന്നത് വേറെ വലിയൊരു മൂവ്മെന്റ് ആയി മാറുന്നത്. ഓക്കെ, സമയപരിമിതിയുടെ ഒരു കാരണം കൊണ്ട് മാത്രം ന്യൂസ് 18 അല്ലെ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നുണ്ട്. ഒനിൽ ഒത്തിരി സന്തോഷമുണ്ട്. കുറെ അധികം വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.